ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ബിഹേവിയർ തിയറീസിലെ ഇമ്പോർട്ടൻറ്റ് തിയറി ആയിട്ടുള്ള ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. BF സ്കിന്നർ ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എലിയിലാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് നോക്കാം, അതിനുശേഷം നമുക്കിതിൻ്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് സ്കിന്നർ ഒരു ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബോക്സിനകത്ത് ഒരു എലീനെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ബോക്സിനെ സ്കിന്നർ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. സ്കിന്നർ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ബോക്സിനെ സ്കിന്നർ ബോക്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് സ്കിന്നർ എലിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ ഒരു എൻഡിലായിട്ട് ഒരു ലിവർ വെച്ചിട്ടുണ്ട്. ഈ ലിവറിനോട് കണക്ട് ചെയ്ത് പുറത്തായിട്ട് വേറൊരു ബോക്സിനകത്ത് ഫുഡും അതുപോലെ തന്നെ ഫുഡ് ഈ ഒരു എലിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസ്പെൻസറും വെച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പെൻസർ ട്യൂബ് വഴി ഫുഡ് പെല്ലറ്റ്സ് ആയിട്ട് ഇതിനകത്തേക്ക് വരും. സോ ഇത്രയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ബോക്സിനകത്ത് ഒരു എലി ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ എലി എന്ത് ചെയ്യും? സാധാരണയായിട്ട് ഇങ്ങനെ ബോക്സിനകത്ത് ഇങ്ങനെ ഓടിക്കളിക്കും. എലി ഒരു സ്ഥലത്ത് ഒരിക്കലും അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ഈ ബോക്സിനകത്ത് ഓടിക്കളിക്കും. ഓടിക്കളിക്കുന്ന സമയത്ത് ആക്സിഡൻ്റലായിട്ട് ഈ ലിവറിൽ ടച്ച് ചെയ്യും. ലിവറിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്പെൻസർ വഴി ഫുഡ് അകത്തോട്ട് വരും. അങ്ങനെ എലിക്ക് ഫുഡ് പെല്ലറ്റ് കിട്ടും. ഇത് കുറേ നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത സമയത്ത് എലി കൂടുതലായിട്ട് ലിവറിൽ പ്രസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് എലിക്ക് മനസ്സിലായി ഈ ലിവർ വലിച്ചു കഴിഞ്ഞാൽ ഫുഡ് അകത്തോട്ട് വരും, അപ്പോൾ എലിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത് എലി ലേൺ ചെയ്തു. അങ്ങനെ എലിക്ക് ഫുഡ് വേണ്ട സമയത്ത് എലി വന്നിട്ട് ലിവർ വലിക്കും, അങ്ങനെ എലിക്ക് ഫുഡ് കിട്ടും. ഇതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. ഇവിടെ സ്കിന്നർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഓർഗാനിസം ആദ്യം ആക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് എലി ഇവിടെ ലിവർ വലിക്കുക എന്നുള്ളത് ആക്സിഡൻ്റലായിട്ട് ചെയ്തൊരു കാര്യമാണ്. എലിയെ ആരും പഠിപ്പിച്ചതല്ല ഈ ഒരു ലിവർ വലിക്കാനായിട്ട്. എലി അതിനകത്തൂടി ഓടിയ സമയത്ത് ആക്സിഡൻ്റലായിട്ട് ലിവർ വലിച്ചു. അപ്പോൾ ലിവർ വലിക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള ആക്ഷൻ. ഈ ആക്ഷൻ ചെയ്തപ്പോഴാണ് നമ്മൾ എലിക്ക് ഫുഡ് കൊടുത്തത്. ഫുഡ് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഫുഡ് എന്നുള്ളത് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. അപ്പം ആദ്യം റെസ്പോൺസ് ചെയ്തു, പിന്നെ നമ്മൾ ആ സ്റ്റിമുലസ് കൊടുത്തു. ഇങ്ങനെ ഒരു പ്ലസൻ്റ് സ്റ്റിമുലസ് കിട്ടിയപ്പോഴാണ് എലി ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്തത്. അങ്ങനെയാണ് എലിയിൽ ഈ ഒരു ബിഹേവിയർ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ളത്. സോ സ്കിന്നറിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ആദ്യം റെസ്പോൺസ് നടക്കുന്നു, അതിനുശേഷം നമ്മൾ സ്റ്റിമുലസ് കൊടുക്കുന്നു. അപ്പോൾ സ്റ്റിമുലസിൻ്റെ കോൺസിക്വൻസ് എന്താണോ, കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇതൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് അല്ലേ നമ്മൾ കൊടുത്തത്. അതായത് ഫുഡ് കിട്ടുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് ആണ്. അതാണ് അതിൻ്റെ കോൺസിക്വൻസ്. ആ കോൺസിക്വൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എലി ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡല്ല കൊടുത്തത്, അതിന് പകരം ഒരു അടിയാണ് കൊടുത്തതെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു കോൺസിക്വൻ്റ് ആണ്. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എലി എന്ത് ചെയ്യും? ഈ ഒരു ലിവർ പ്രസ് ചെയ്യാതിരിക്കും. അപ്പോൾ കോൺസിക്വൻസ് അനുസരിച്ചിട്ടാണ് ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ് സ്കിന്നർ പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇവാൻ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിൽ വേറൊരു രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ആദ്യം എന്തായിരുന്നു? സ്റ്റിമുലസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിമുലസിനനുസരിച്ചായിരുന്നു റെസ്പോൺസ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബെല്ല് കൂടി അടിച്ചു. അപ്പോൾ ഫുഡ് കണ്ടതുകൊണ്ട് ഡോഗിന് സലൈവേഷൻ ഉണ്ടായി. സലൈവേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ റെസ്പോൺസ് ആയിരുന്നു. അതിനുശേഷം നമ്മളത് റിപ്പീറ്റഡ്ലി ചെയ്ത സമയത്ത് ബെല്ല് അടിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഡോഗിന് സലൈവേഷൻ ഉണ്ടായി. അതായത് ആ ഒരു റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ ആ ഒരു കേസിൽ ആദ്യം നമ്മൾ സ്റ്റിമുലസ് കൊടുത്തു, അതിന് ശേഷമാണ് റെസ്പോൺസ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ സ്കിന്നറിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ആദ്യം റെസ്പോൺസ് ഉണ്ടായി. റെസ്പോൺസ് എന്ന് പറയുന്നത് എലി ലിവർ വലിച്ചിട്ടുള്ളതായിരുന്നു. അതിന് ശേഷം നമ്മൾ ഒരു സ്റ്റിമുലസ് കൊടുത്തു. ആ സ്റ്റിമുലസിനനുസരിച്ചിട്ടാണ് പിന്നീട് എലി ഈ ഒരു ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു തിയറിയിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. ഈ ഒരു തിയറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കോൺസിക്വൻസ് ആണ് കൊടുക്കുന്നത്. അപ്പം മെയിനായിട്ട് 2 കോൺസിക്വൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് പണിഷ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ 2 ടൈപ്സ് ആണുള്ളത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മളൊരു പോസിറ്റീവ് സ്റ്റിമുലസ് കൊടുത്തിട്ട് ഒരു ഓർഗാനിസം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കേസ് തന്നെ എടുത്താൽ എലി ആക്സിഡൻ്റലായിട്ട് ലിവർ വലിച്ച സമയത്ത് നമ്മൾ പോസിറ്റീവ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡ് കൊടുത്തു. അപ്പോൾ ഫുഡ് പെല്ലറ്റ് കിട്ടിയത് കൊണ്ട് എലി ആ ബിഹേവിയർ പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി.
ഇങ്ങനെ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുത്തിട്ട്, ഫുഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ഇങ്ങനെ ഒരു പ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിനാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊരു റിയൽ ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ ഒരു കുട്ടി നന്നായിട്ട് എക്സാമിന് സ്കോർ ചെയ്തു. അപ്പോൾ ആ കുട്ടിയുടെ ടീച്ചർ ഒരു പെണ്ണ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി പിന്നെയും അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് സ്റ്റിമുലസ് ഒഴിവാക്കിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യുന്നതിനാണ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഡെയിലി അടിക്കുമെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ദിവസം റിസൾട്ട് വന്ന സമയത്ത് ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പോൾ ആ കുട്ടിയെ മാത്രം അന്ന് അടിച്ചില്ല. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി നന്നായിട്ട് പഠിച്ചിട്ട് നല്ല സ്കോർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ അടിക്കുക എന്നുള്ളതൊരു നെഗറ്റീവ് സ്റ്റിമുലസ് ആണ്. അടിക്കുക എന്നുള്ളത് എപ്പോഴും നെഗറ്റീവ് ആണല്ലോ, അതിലാർക്കും സംശയമൊന്നുമില്ല. അപ്പോൾ ഈ അടിക്കുക എന്നുള്ള നെഗറ്റീവ് സ്റ്റിമുലസിനെ ഒഴിവാക്കിയപ്പോൾ കുട്ടിയുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്തു. ദിസ് ഈസ് ഹൗ വെൻ വി ആർ ടേക്കിംഗ് അവേ എ നെഗറ്റീവ് സ്റ്റിമുലസ് ദ പെർട്ടിക്കുലർ ബിഹേവിയർ വിൽ ഗെറ്റ് സ്ട്രോങ്ങർ. ഇനി നെക്സ്റ്റ് പോയിന്റ് പണിഷ്മെൻ്റ് ആണ്. പണിഷ്മെൻറ്റ് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾക്ക് സ്കിന്നറിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോക്കാം. ഈ ഒരു എക്സ്പെരിമെൻറ്റ് സ്കിന്നർ ബോക്സും റാറ്റിനെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്യുന്ന കാര്യം, ആ ഒരു ലിവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് ഷോക്ക് വെച്ചു. എലി ഇങ്ങനെ ഈ ബോക്സിനകത്തൂടെ ഓടുന്ന സമയത്ത് ആക്സിഡൻ്റലായിട്ട് എപ്പോഴൊക്കെ ലിവർ വലിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ഒരു റാറ്റിന് ഇലക്ട്രിക് ഷോക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് എന്താ, ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. ഷോക്ക് അടിക്കുമ്പോൾ ആർക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ, അതൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ലിവർ വലിക്കുമ്പോഴെല്ലാം ഷോക്ക് അടിക്കുമ്പോൾ എലിക്ക് മനസ്സിലായി ലിവർ വലിച്ചാൽ ഷോക്ക് അടി കിട്ടും. അതുകൊണ്ട് എലി ലിവർ വലിക്കുന്നത് കുറക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എലി ഒരിക്കലും ലിവർ വലിക്കുന്നില്ല. അതായത് ഇവിടെ ആദ്യം ലിവർ വലിച്ചപ്പോൾ ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് കൊടുത്തു. ഈ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് എന്നുള്ളത് ഒരു കോൺസിക്വൻസ് ആണ്. ഈ ഒരു കോൺസിക്വൻസ് കിട്ടിയ സമയത്ത് എലി പിന്നെ ലിവർ വലിക്കാതെയായി. അങ്ങനെയാണ് എലിയുടെ ബിഹേവിയർ അവിടെ മോഡിഫൈ ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഷോക്ക് കിട്ടുക എന്നുള്ളത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്, റൈറ്റ്? ഇനി നമുക്ക് പണിഷ്മെൻറ്റ് എന്നുള്ള ടേം നോക്കാം. പണിഷ്മെൻറ്റ് തന്നെ 2 ടൈപ്സ് ആണുള്ളത്, പോസിറ്റീവ് പണിഷ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. പോസിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റെഡ്യൂസിങ് എ ബിഹേവിയർ ബൈ പ്രസൻറ്റിങ് ആൻ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ്. സോ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഷോക്ക് കൊടുത്തു. ഇലക്ട്രിക് ഷോക്ക് എന്നുള്ളത് ഒരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ലിവർ വലിക്കുക എന്നുള്ള ഒരു ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി നമുക്ക് ഇതൊരു റിയൽ ലൈഫ് സിനാരിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കുട്ടി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അടി കിട്ടുക എന്നുള്ളതൊരു അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആണ്. ഈ അൺപ്ലസൻറ്റ് സ്റ്റിമുലസ് ആയിട്ടുള്ള അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടി കള്ളം പറയാതിരിക്കും. അതായത് കള്ളം പറയാന്നുള്ള ബിഹേവിയർ കുട്ടി റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരും. എന്തിനു വേണ്ടിയിട്ടാണ്? അൺപ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിട്ടുള്ള അടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പണിഷ്മെൻ്റ് അല്ലേ? ആ പണിഷ്മെൻറ്റ് പേടിച്ചിട്ടാണ് കുട്ടി ഇവിടെ കള്ളം പറയാതിരിക്കുന്നത്. ഇങ്ങനെ പോസിറ്റീവ് പണിഷ്മെൻറ്റ് വഴി നമുക്കൊരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്തെടുക്കാമെന്നാണ് BF സ്കിന്നർ പറയുന്നത്. ഇനി നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നെഗറ്റീവ് പണിഷ്മെൻറ്റ് ഈസ് റെഡ്യൂസിങ് എ ബിഹേവിയർ ബൈ റിമൂവിങ് എ പ്ലസൻറ്റ് സ്റ്റിമുലസ്. അതായത് ഒരു പ്ലസൻറ്റ് സ്റ്റിമുലസ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബിഹേവിയർ റെഡ്യൂസ് ചെയ്യുന്നു. ഇതും ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് തന്നെയാണ്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിലെ ഒരു കുട്ടി എല്ലാ ദിവസവും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ TV കാണുമെന്ന് വിചാരിക്കാം. TV കുറേ സമയം കാണും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ TV വേണ്ട, TV ഇപ്പോൾ നമ്മളധികം കാണുന്നില്ല, ഫോൺ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റ യൂസ് ചെയ്യുക എന്നുള്ളത് കുട്ടീനെ സംബന്ധിച്ചൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റ യൂസ് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ കുട്ടി എക്സാമിന് ഫെയിലായപ്പോൾ മുതൽ പാരൻസ് കുട്ടിക്ക് ഫോൺ കൊടുക്കാതെയായി. ഇവിടെ ഫോൺ എന്നുള്ളതൊരു പ്ലസൻറ്റ് സ്റ്റിമുലസ് ആയിരുന്നു. ഈ പ്ലസൻറ്റ് സ്റ്റിമുലസിനെ എക്സാമിന് ഫെയിൽ ആയതുകൊണ്ട് തന്നെ റിമൂവ് ചെയ്തു. അങ്ങനെ ഈ ഫോൺ കിട്ടാത്തത് കൊണ്ട് കുട്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങി. കുട്ടിക്ക് മനസ്സിലായി ഇനി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയാലേ കുട്ടിക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. ഇങ്ങനൊരു പ്ലസൻറ്റ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്തിട്ട് ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ബേസിക്കലി റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറി വഴി BS സ്കിന്നർ പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റും പണിഷ്മെൻറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ്. റീഇൻഫോഴ്സ്മെൻറ്റിന് നമ്മൾ റിവാർഡ് കൊടുക്കും, അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് നല്ലൊരു ചോക്ലേറ്റ് കൊടുക്കുന്നു. ചോക്ലേറ്റ് എന്നുള്ളത് റിവാർഡാണ്. അങ്ങനെ ഈ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടി പഠിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് യൂസ് ചെയ്യാം. പണിഷ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയർ നിർത്താൻ വേണ്ടിയിട്ടാണ്, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്